ആണ്ടുവട്ടത്തിലെ 4-ാം ഞായറാഴ്ച. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ് നാം വിചിന്തനം ചെയ്യുന്നത്. യേശു ഒരു മലമുകളിൽ കയറി ഇരുന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ഭാഗ്യ പാഠമല്ല, ദൈവരാജ്യത്തിൻ്റെ ഭാഗ്യ പാഠമാണ്. ലോകം പറയുന്നു, സമ്പത്തുണ്ടെങ്കിൽ ഭാഗ്യം, ശക്തിയുണ്ടെങ്കിൽ വിജയം, എല്ലാവരും പ്രശംസിച്ചാൽ സന്തോഷം. എന്നാൽ യേശു പറയുന്നു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രർ എന്നത് ഒന്നുമല്ലാത്തവൻ എന്നല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്. എനിക്കെല്ലാം അറിയാം എന്ന മനോഭാവമല്ല, കർത്താവേ നീ ഇല്ലാതെ ഞാൻ ഒന്നുമല്ല എന്ന ഹൃദയമാണ് യേശു ആവശ്യപ്പെടുന്നത്. യേശു ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത് ദുഃഖിക്കുന്നവരെയും സൗമ്യരെയും നീതിക്കായി വിശപ്പും ദാഹവും ഉള്ളവരെയുമാണ്. ഇവർ ലോകത്തിൻ്റെ കണക്കിൽ പരാജിതരായി തോന്നാം, പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ ഇവരാണ് വിജയികൾ. കാരണം ഇവർ ദൈവത്തിൻ്റെ വഴിയിലാണ് നടക്കുന്നത്. കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കുമെന്ന് യേശു പറയുന്നു. ഇന്നത്തെ ലോകത്ത് പ്രതികാരം എളുപ്പമാണ്, ക്ഷമിക്കലാണ് പ്രയാസം. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി ക്ഷമിക്കലാണ്. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. പുറമേയുള്ള ഭക്തിയല്ല, ഉള്ളിലെ സത്യസന്ധതയാണ് ദൈവം അന്വേഷിക്കുന്നത്. നീതിക്കായി ഉപദ്രവം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് യേശു പറയുന്നു. സത്യത്തിനായി നിലകൊള്ളുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും. എന്നാൽ ക്രിസ്തുവിനോടൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തോറ്റുപോകില്ല. നമ്മൾ ആരെയാണ് ഭാഗ്യവാൻ എന്ന് കരുതുന്നത്? ലോകം പറയുന്നവരെയോ യേശു വിളിക്കുന്നവരെയോ? നമ്മുടെ ചിന്തകളും ജീവിതവും ദൈവത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ച് മാറ്റുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.